സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റം. ഇടുക്കി, എറണാകുളം, തൃശൂർ എന്നീ ജില്ലകൾക്ക് പുറമെ മലപ്പുറം ജില്ലയിലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. 8 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും നൽകി. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് കാലാവസ്ഥാ വകുപ്പ് നൽകിയിരിക്കുന്നത്. പ്രജിത്ത് മോഹനൻ ചേരുന്നു. പ്രജിത്ത്, സംസ്ഥാനത്താകെ ശക്തമായ മഴ തന്നെയാണ്. അതിനിടയിൽ അലർട്ടുകൾ സംബന്ധിച്ച് ചില വ്യതിയാനങ്ങൾ വന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. എപ്രകാരമാണ്? മഴ വരും മണിക്കൂറുകളും ശക്തമാകുമെന്നുള്ളത് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ് എന്നുള്ളത്. നേരത്തെ ഉണ്ടായിരുന്നതിൽ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് മഴ ശക്തമായി വ്യാപിക്കുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഈ മുന്നറിയിപ്പിൽ നിന്ന് നമുക്ക് പറയാൻ കഴിയുന്നത്. ഇപ്പോൾ റെഡ് അലർട്ട് ഉള്ളത് ഇടുക്കി, എറണാകുളം, തൃശൂർ, മലപ്പുറം ജില്ലകളിലാണ് റെഡ് അലർട്ട് ഉള്ളത്. അതോടൊപ്പം തന്നെ കേരളത്തിലെ മിക്കവാറും ഏതാണ്ട് എല്ലാ ജില്ലകളിലേക്കും, അതായത് പത്തനംതിട്ട മുതൽ കോട്ടയം, ആലപ്പുഴ, പാലക്കാട്, കാസർഗോഡ്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടുമുണ്ട്. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ നിലവിൽ യെല്ലോ അലർട്ടും നൽകിയിട്ടുണ്ട്. അതായത് സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും ശക്തമായ മഴ പെയ്യുമെന്നുള്ള മുന്നറിയിപ്പായി നൽകിയിരിക്കുന്നു. അതേസമയം ഇടുക്കി, എറണാകുളം, തൃശൂർ, മലപ്പുറം ജില്ലകളിലാണ് ഏറ്റവും അധികം ആശങ്ക. അത് റെഡ് അലർട്ട് ആണ്. അപ്പോൾ അതിതീവ്രമായ മഴയാണ് ഈ ജില്ലകളിൽ പ്രതീക്ഷിക്കുന്നത്. മറ്റ് ജില്ലകളിൽ, ബാക്കിയുള്ള ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും നൽകിയിരിക്കുന്നു. അപ്പോൾ സംസ്ഥാനത്തിന്റെ ഏതാണ്ട് എല്ലാ ജില്ലകളിലും അതിശക്തമായ മഴയും അതിനനുസരിച്ചുള്ള കെടുതികളും വരും മണിക്കൂറുകളിൽ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. നാളെയും വിവിധ ജില്ലകളിൽ ശക്തമായ മഴ പെയ്യുന്നത് കാസർഗോഡ്, കണ്ണൂർ ജില്ലകളാണ് റെഡ് അലർട്ട് നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വയനാട്, കാസർഗോഡ്, മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പാലക്കാട്, തൃശൂർ, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ യെല്ലോ അലർട്ടും ആ ദിവസം നൽകിയിട്ടുണ്ട്. തൊട്ടടുത്ത ദിവസങ്ങളിലും വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ട് ഉണ്ട്. എന്തായാലും മഴ വരും മണിക്കൂറുകളിൽ ശക്തമാകും എന്നുള്ളത് തന്നെയാണ് ഈ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഈ അറിയിപ്പുകൾ കൊണ്ട് നമുക്ക് വ്യക്തമാകുന്നത്. എന്തായാലും ഈ റെഡ് അലർട്ട് ഉള്ള ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെയുള്ള അല്ലെങ്കിൽ കൂടുതൽ നിയന്ത്രണങ്ങളിലേക്കൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. നാളെ അത്തരം സ്ഥാപനങ്ങളിലൊക്കെ അവധി പ്രഖ്യാപിക്കാനുള്ള സാഹചര്യമുണ്ട്. അതോടൊപ്പം കൂടുതൽ ശക്തമായ നിരീക്ഷണം ഏർപ്പെടുത്താനും ദുരിതാശ്വാസ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയൊക്കെ ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ അലർട്ട് നൽകിയിട്ടുള്ള ജില്ലകളിലെല്ലാം ഇന്ന് വൈകുന്നേരം ഈ രക്ഷാകവചത്തിന്റെ ഭാഗമായിട്ടുള്ള സൈറൻ മുഴങ്ങുമെന്നുള്ള അറിയിപ്പ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. തീരപ്രദേശങ്ങളിലൊക്കെ ശക്തമായ ജാഗ്രത പുലർത്തണമെന്നുള്ള കാര്യവും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും അതോടൊപ്പം തന്നെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും ഒക്കെ അറിയിക്കുന്നുണ്ടായിരുന്നു. കാരണം വിവിധ ജില്ലകളിലെ തീരപ്രദേശങ്ങളിൽ കടലാക്രമണത്തിനൊക്കെയുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. വളരെ പെട്ടെന്ന് മഴ പെയ്തിറങ്ങുകയും അതോടൊപ്പം തന്നെ 50 കിലോമീറ്ററിലധികം വേഗത്തിലുള്ള കാറ്റുമൊക്കെയാണ് ഇപ്പോൾ ഈ മഴയോടൊപ്പം വീശുന്നത്. നമ്മൾ ഇന്ന് പലയിടങ്ങളിലും കണ്ടതാണ് കനത്ത മഴയിൽ വെള്ളക്കെട്ടുണ്ടാകുന്നപ്പോൾ സമാനമായ സാഹചര്യം വരും മണിക്കൂറുകളിലും ആവർത്തിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അതിൽ മലയോര മേഖലകളിലൊക്കെയാണ് കൂടുതൽ ആശങ്കയ്ക്ക് സാധ്യതയുള്ളൂ. കാരണം ഈ മണ്ണിടിഞ്ഞ് വീണുമൊക്കെയുള്ള വഴിതടസ്സവും അതുപോലെയുള്ള അപകടങ്ങൾക്കും ഒക്കെ കൂടുതൽ സാധ്യത നിലനിൽക്കുന്നു എന്നുള്ളതും ഒരു മുന്നറിയിപ്പായി തന്നെ ഇപ്പോൾ ഏജൻസികൾ നൽകുന്നുമുണ്ട്. രോഹിണി. ശരി പ്രജിത്ത്, സംസ്ഥാന വ്യാപകമായി അതിശക്തമായ മഴ മുന്നറിയിപ്പുകൾ തന്നെയാണ് വരുന്നത്. പ്രജിത്ത് മോഹനനാണ് വിവരങ്ങൾ നൽകിയത്.